പണ്ടൊരിക്കൽ ഒരു ശില്പമുണ്ടാക്കുന്ന ആള് ശില്പി കടൽ തീരത്തൂടെ നടന്നു പോവാണ്. ഇതിലൂടെ സൈഡിലൊരു സെഞ്ചൊക്കെ തൂക്കി അയാളുടെ ടൂൾസൊക്കെ അതിനകത്തുണ്ട്. ഒരു ശില്പി കടൽ തീരത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആളുടെ കാലിൽ ഒരു കല്ല് കുത്തും. ചെരുപ്പൊന്നുമില്ലല്ലോ, പഴയ കാലത്തെ ശില്പിയല്ലേ, ചെരുപ്പൊന്നുമില്ല. ആളുടെ കാലിൽ ഒരു കല്ല് കുത്തും. കല്ല് കുത്തിയതും കാലിത് ചോര വരാൻ തുടങ്ങും. നല്ല ഷാർപ്പ് സ്റ്റോണാണ്. അപ്പോൾ ശില്പി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ആളുകളല്ലേ, ആർട്ടിസ്റ്റുകളല്ലേ. അപ്പോൾ അവർ വേഗം എന്ത് ചെയ്യും? അപ്പോൾ പുള്ളി ആ കല്ലിനെ കയ്യിലെടുത്തിട്ട് ചോദിച്ചു, കല്ലേ നിനക്ക് ശില്പമാവണോ എന്ന് ചോദിച്ചു. എന്ത് ചോദിച്ചു? കല്ലേ ശില്പമാവണോ എന്ന്. അപ്പോൾ ഈ കല്ല് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ശില്പി എന്ത് ചെയ്തു? ബാഗിൽ നിന്ന് മെല്ലെ ഓരോ ടൂൾസായിട്ട് എടുത്തു. ഉളി എന്ന് പറയില്ലേ, ഉളി, ഷാർപ്പായിട്ടുള്ള ഉളി ചുറ്റികയൊക്കെ എടുത്തപ്പോൾ ഈ കല്ല് പറയും, ഇതെന്താ സംഭവം ചോദിക്കും. അല്ല, ഈ ഉളി നിൻ്റെ മേത്ത് വെച്ച് നോക്ക് ചെയ്താൽ മാത്രമേ, ഹിറ്റ് ചെയ്താൽ മാത്രമേ നിനക്ക് ശില്പമാവാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ ഈ വിളവനായ കല്ലെന്ത് പറയും? കാല് മുറിച്ച് വിട്ട കല്ലെന്ത് പറയോ? നിങ്ങളൊരു സ്നേഹവും വേണ്ട, എന്നെ അവിടെ തന്നെ ഇട്ടോ എന്ന് പറയും. ഇതാണ് നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും സ്ട്രിക്റ്റായ ടീച്ചറാണ് ശില്പി. ടീച്ചർമാർ വരുമ്പോൾ നമ്മൾ നമ്മുടെ വാലൊക്കെ കാണിച്ച് അവരെ മുറിപ്പിക്കാൻ നോക്കും, അവരെ വിഷമിപ്പിക്കാൻ നോക്കും. ടീച്ചർമാർക്കൊരു സ്വഭാവമുണ്ട്, എത്ര വിഷമിപ്പിച്ചാലും വീണ്ടും നല്ലതേ പറഞ്ഞു തരാൻ നോക്കുകയുള്ളൂ. അപ്പോൾ ഈ കല്ലിനോട് നിന്നെ ഞാൻ ശില്പമാക്കാം, നിന്നെ ഞാൻ നന്നാക്കാം എന്ന് പറയുമ്പോഴും ഈ ചില അധിക പ്രസംഗികളായ കല്ല് എന്ത് പറയും? വേണ്ട എന്നെ അവിടെ ഇട്ടേക്ക്, എനിക്കൊന്നും പെയിന് താങ്ങാൻ വയ്യാന്ന് പറയും. ആ ശില്പിയുടെ സഞ്ചിയിലുള്ള ടൂൾസാണ് സബ്ജക്റ്റ്. ശില്പിയുടെ സഞ്ചിയിലുണ്ടായിരുന്ന ടൂൾസാണ് എന്ത്? ടീച്ചർ പഠിപ്പിക്കുന്ന സബ്ജക്ട്സ്. ശരി, കുഴപ്പമില്ല, നിനക്ക് ആവശ്യമില്ലെങ്കിൽ വേണ്ട, ടീച്ചർ വിട്ടു, ശില്പി വിട്ടു. വീണ്ടും നടന്നു, കുറച്ചു ദൂരം കൂടി നടന്നപ്പോൾ വീണ്ടും ഒരു കല്ലിനെ കണ്ടു. ആ കല്ലിനോട് വീണ്ടും ശില്പി ഇതേ ഓഫർ വെക്കും, നിന്നെ ഞാൻ നല്ല ശില്പമാക്കട്ടെ എന്ന് ചോദിച്ചു. അതൊരു മിടുക്കനായ, അത്യാവശ്യം സ്റ്റുഡിയസ് ആയിട്ടുള്ള നല്ല ബുദ്ധിയുള്ള ഒരു കുട്ടിയാണ് ആ കല്ല് പറയും ശരി എന്ന് പറയും. ആ കല്ലിനെ ശില്പി കയ്യിലെടുത്തു, ടീച്ചർ കയ്യിലെടുത്തു, സബ്ജക്റ്റുകൾ എടുത്തു, ഷാർപ്പായിട്ടുള്ള എല്ലാ ടൂൾസും എടുത്തു. അപ്പോൾ ആ കല്ല് ചോദിക്കും, ടീച്ചർ ഇതെന്താ? ഇത് ഇംഗ്ലീഷാണ്. ഇതെന്താ? മാത്സ്. കുറച്ച് കഷ്ടമാണ്, വേദനിക്കും, എന്നാലും നീ ഒന്ന് സഹിക്ക്, നീ കുറച്ചൊന്ന് സഹിച്ചു കഴിഞ്ഞാൽ യു വിൽ ബിക്കം എ ബ്യൂട്ടിഫുൾ സ്റ്റാച്ചു, വണ്ടർഫുൾ സ്റ്റാച്ചു. അപ്പോൾ നല്ല കുട്ടി ഇതൊക്കെ സഹിക്കാൻ തീരുമാനിച്ച് വേദന സഹിക്കാൻ റെഡിയായി നിൽക്കുമ്പോൾ ആ ശില്പിയുടെ കയ്യിൽ തട്ടി ആ കല്ല് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാച്ചു ആയി. ആരും കണ്ടാൽ കണ്ണ് വയ്ക്കുന്ന വളരെ ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്റ്റാച്ചു ആയി. ആ ശില്പി അതിനെ അവിടെ വിട്ടിട്ട് പോയി. ടീച്ചേഴ്സ് അങ്ങനെയാണല്ലോ, 10th പാസ് ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ വിടും. പഠിക്കാത്ത ആളെയും പഠിക്കുന്ന ആളെയൊക്കെ വിട്ടു, ഇനി അടുത്ത ബാച്ച് എടുക്കും. അടുത്ത കല്ല് തെരഞ്ഞു പോയി ശില്പി. കുറേ കാലങ്ങൾക്ക് ശേഷം ഈ കടലിനുള്ളിൽ ഈ കല്ല് പോയി മറ്റടുത്ത തീരത്തൊക്കെ എത്തിയപ്പോൾ ഈ ഭംഗിയുള്ള ശില്പം കണ്ടപ്പോൾ ആളുകൾ ഇത് ദൈവമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വേഗം അവിടുത്തെ രാജാവിനെ വിളിച്ചു വന്ന് കാണിച്ച് ഇത് കടലിൽ നിന്ന് വന്ന ദൈവമാണെന്ന് പറഞ്ഞിട്ട് അവർ വലിയൊരു മന്ദിരം പണിതു. രാജാവ് വന്നു, ഭയങ്കര അടിപൊളി. ആ ശില്പത്തിന് ഫുൾ അഭിഷേകം. ആളുകൾ, രാജാവടക്കം പൂവിട്ടിട്ട് ഇങ്ങനെയാണ് നിൽക്കണത്. ആരുടെ മുമ്പിൽ? ആ ശില്പത്തിൻ്റെ മുന്നിൽ. ടീച്ചർ കൊടുത്ത വേദന, ടീച്ചർ കൊടുത്ത സബ്ജക്റ്റ്, ടീച്ചർ കൊടുത്ത കഷ്ടപ്പാട് സഹിക്കാൻ തീരുമാനിച്ച ആ കല്ലിൻ്റെ മുന്നിൽ ആരെങ്ങനെ വന്ന് നിൽക്കണത്? രാജാവ് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ആ ശില്പി ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ശില്പി ഹാപ്പി, ടീച്ചറും ഹാപ്പി, ശില്പവും ഹാപ്പി, ആ നല്ല കുട്ടിയും ഹാപ്പി. കുറേ വർഷങ്ങൾക്ക് ശേഷം അതേ കടൽ തീരത്തൂടെ ആ ശില്പി, ആ പഴയ ടീച്ചർ വീണ്ടും പോവാണ്. അപ്പോൾ എന്നാൽ കാല് മുറിച്ച് വിട്ട വിളവനായ കുട്ടി ഉണ്ടാവുമല്ലോ, പ്രശ്നക്കാരനായവൻ, എന്തു പറഞ്ഞാലും വടക്ക് സ്വഭാവം കാണിക്കണ ആൾ. അവൻ ആ കാല് മുറിച്ച് വിട്ട കല്ല് അവിടെ തന്നെ ഉണ്ട്. ടീച്ചറെ മാർക്കറ്റിൽ നിന്ന് കാണണേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ശില്പി തിരിഞ്ഞു നോക്കുമ്പോൾ ആ വില്ലനായ കല്ല്, എന്തിൻ്റെ വിശേഷം? എന്നെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിക്കും. അപ്പോൾ ടീച്ചർക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ടീച്ചർ നല്ല ഓർമ്മയുണ്ട്, നീ എന്നെ അത്രമാത്രം വെറുപ്പിച്ചിട്ടുണ്ടല്ലോ പഠിക്കാതെ. ടീച്ചർ എനിക്കൊരു ഉപകാരം ചെയ്യോ? ശില്പി എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്നെയും കൂടി അതുപോലെ ശില്പമാക്കാൻ പറ്റുമോ? എനിക്ക് അറിയില്ലായിരുന്നു ആ ശില്പം ഇത്രയും ഭംഗിയാവുമെന്നും രാജാവ് പോലും എൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നെ ഒന്നാക്കി തരുമെന്ന് ചോദിക്കും. അപ്പോൾ ടീച്ചർ പറയും, ശില്പി പറയും, ഓപ്പർച്യൂണിറ്റി ഒരിക്കേ വരുള്ളൂ. എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞു, പഠിക്ക്, ഈ ടൂള് വെച്ച് ഇത്തിരി വേദന അനുഭവിക്കുക, ഇത്തിരി വേദന. നീ അന്ന്
നരസിംഹത്തിൽ മോഹൻലാൽ പറയണ പോലെ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കും പവിത്ര എന്ന് പറയണത് പോലെ നീ അന്ന് എന്നെ, ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല, നീ വലിയ അഭ്യാസിയായിട്ട് എന്നെ അവിടെ ഇടുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ നിന്നെ ഇട്ടിട്ട് പോയി, നീ പഠിച്ചില്ല, നീ ഇന്ന് ഇവിടെ കിടക്കണു. അപ്പോഴും ഇവൻ്റെ അഹങ്കാരം തീരുന്നില്ല. ശരി ടീച്ചറെ, ഞാൻ അറിയാതെ ചോദിച്ചാൽ വിട്ടോ, അവൻ്റെ ഓവർ റോള് കാണിച്ചിട്ട് വീണ്ടും കിടക്കുകയാണ്. ഇതുകൊണ്ട് കഥ തീരുന്നില്ല. പഠിക്കാത്തവൻ്റെ ജീവിതം അവിടെ നിൽക്കില്ല. വീണ്ടും ഒരു സ്റ്റോറി, ഇനി ഒരു എപ്പിസോഡ് 3 ഉണ്ട്. അതാണ് രസം. പെട്ടെന്ന് അവിടെ വലിയൊരു സുനാമി വന്ന് ആളുകൾ ജോത്സ്യനെയൊക്കെ വിളിച്ച് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അവിടെ ഒരു പരിഹാരം വരും. ഈ അമ്പലത്തിൽ, ഈ മന്ദിരത്തിൽ നാളികേരമില്ലേ, തേങ്ങ എറിയലാണ് വഴിപാട് എന്നാവും. എന്താണ്? തേങ്ങ എറിയാൻ. അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ അവിടെ തേങ്ങ എറിയാൻ എന്തില്ല? കല്ലില്ല. തേങ്ങ എറിയാനുള്ള അപ്പം നാട്ടുകാരൊക്കെ കൂടി മന്ദിരത്തിന് പുറത്തിറങ്ങി കടൽ തീരത്ത് തേങ്ങ എറിയാനുള്ള കല്ല് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പം നമ്മുടെ ഈ സുന്ദരും സുമുഖനുമായ ഈ വാലൻ ഈ വികൃതിക്കാരനെ അവർക്ക് കിട്ടും. എടുത്തുകൊണ്ട് പോയി അവിടെ വയ്ക്കും. ആരുടെ മുന്നിൽ വയ്ക്കും? ഈ ദൈവമായിട്ട് പ്രതിഷ്ഠിച്ച ബ്യൂട്ടിഫുൾ സ്റ്റാച്ചു പഠിപ്പിസ്റ്റിൻ്റെ മുന്നിൽ വിളവ് കാണിച്ച അവനും. അപ്പോഴും അവൻ്റെ അഹങ്കാരം തീർന്നില്ല. അവൻ എന്നിട്ട് ചിരിക്കുകയാണ് കൂക്കി വിളിച്ചിട്ട്, നോക്ക് ഞാൻ പഠിക്കാതെ തന്നെ നിൻ്റെ ഉള്ളിലെത്തി, നിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുകയാണ്. ഇവന് സംഭവം അറിഞ്ഞിട്ടില്ല. പിന്നെ അങ്ങോട്ട് വഴിപാട് തുടങ്ങി. 1 തേങ്ങ പൊട്ടി, 2 തേങ്ങ പൊട്ടി, 3 തേങ്ങ പൊട്ടി, 100 തേങ്ങ പൊട്ടി, 1,00,000 തേങ്ങ പൊട്ടി. തേങ്ങ എന്നൊക്കെ പറഞ്ഞാൽ എന്തുമാത്രം വെയിറ്റാ. ജീവിതകാലം മുഴുക്കെ ഇനി ആ കല്ലിന് എന്ത് കൊണ്ടുകൊണ്ടിരിക്കണം? അതിന് എവിടെയെങ്കിലും ഒരു എൻഡ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ തേങ്ങേറ് ദിവസവും കൊള്ളുമ്പോൾ ആ വികൃതിക്കാരനായ, പഠിക്കാതെ ഇരിക്കുന്ന, മടി പിടിച്ച, ഉറങ്ങിക്കളയുന്ന ആ കല്ല് വിചാരിക്കുമത്രേ, ഈ തേങ്ങയുടെ വേദനയേക്കാൾ എത്രയോ ചെറുതായിരുന്നു അന്നത്തെ ആ ടൂൾസിൻ്റെ വേദന എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കോ. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആയിട്ടുള്ള സയൻസ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, അതെല്ലാം ചെറിയ പെയിനേ ഉള്ളൂ. അത് നിങ്ങളിന്ന് പഠിക്കാൻ വിമുഖത കാണിച്ചാൽ, മുഖം മാറ്റി നിർത്തിയാൽ, ഷുവർ 100% യു വിൽ ബി ഔട്ട് ഓഫ് ദ വേൾഡ്. നിങ്ങൾ പഞ്ചറാവുന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ ഇപ്പോഴാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ഇപ്പോഴാണ്. സോ സ്റ്റഡി വെൽ, ലേൺ വെൽ, ഓൾ ദ ബെസ്റ്റ്.